ലാബ് ഫോർ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. ഈ ലാബിൽ 3 ആക്ടിവിറ്റീസാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ അത് മിക്കവാറും നമ്മൾ ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ജോമെട്രിക്കൽ കൺസെപ്റ്റ് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് ഒന്നാമത്തെ ലാബ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ഗ്രാഫ് 2, 3 എന്നൊക്കെ പറയുന്നത് രണ്ടാമത്തെ ആക്ടിവിറ്റി, മൂന്നാമത്തെ ആക്ടിവിറ്റി ഗ്രാഫാണ്. പിന്നെ ഇതിൻ്റെ ഓരോ ക്വാഡ്രൻ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നതൊക്കെയാണ് ഈ ലാബ് ഫോർ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ആക്ടിവിറ്റിയിലോട്ട് പോകാം. വാല്യൂ ഓഫ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്, ആക്ടിവിറ്റി 4.1. അതിൻ്റെ സ്റ്റെപ്പ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഓപ്പൺ എ ന്യൂ ജിയോജിബ്ര വിൻഡോ, ഡു സം ഇനിഷ്യൽ സെറ്റിങ്സ്. നമ്മളിവിടെ സാധാരണ ട്രിഗണോമെട്രി എന്ന് പറയുന്ന ആംഗിൾ എടുക്കുന്നത് റേഡിയനിലാണ്. അതുകൊണ്ട് ആ റേഡിയൻ മെഷർ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യുക ചെയ്യുന്നത്. പിന്നെ പ്ലോട്ട് ദ പോയിൻ്റ്, ഇവിടെ 0 എന്ന് പറയുന്ന പോയിന്റ് പ്ലോട്ട് ചെയ്യുക ചെയ്യുന്നത്. 0 എന്ന് പറയുന്നത് ഒറിജിനാണിത്. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യാൻ ജിയോജിബ്ര ഓപ്പൺ ചെയ്യുന്നു. ഇനിഷ്യൽ സെറ്റിങ്സിലോട്ട് പോകുന്നു. വ്യൂവിന് ഓപ്ഷനകത്ത് അഡ്വാൻസിനകത്ത് പറയുന്നുണ്ട്, സ്റ്റെപ്പിനകത്ത് അഡ്വാൻസിനകത്ത് ആംഗിൾ യൂണിറ്റ്, ഇവിടെയാണ് ആംഗിൾ യൂണിറ്റിനകത്ത് റേഡിയൻ കൊടുത്ത് ഇത് ക്ലോസ് ചെയ്യുക. ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത് പറയുന്നത് O is equal to 0 എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്യുക. ഒറിജിൻ മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളത് പറഞ്ഞേക്കുന്ന ഡ്രോ എ യൂണിറ്റ് സർക്കിൾ സെൻറ്റർ അറ്റ് ഒറിജിൻ. യൂണിറ്റ് സർക്കിൾ എന്ന് പറയുമ്പോൾ റേഡിയസ് 1 ആണ്. പിന്നെ പ്ലോട്ട് ദ പോയിന്റ് A 10. അപ്പോൾ A = 10 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടി ആദ്യം യൂണിറ്റ് സർക്കിൾ വരയ്ക്കുന്നു. യൂണിറ്റ് സർക്കിൾ വരയ്ക്കാൻ വേണ്ടി എടുക്കുന്ന ടൂള് ഇവിടെ രണ്ടാമത്തെ ടൂളാണ് സർക്കിൾ സെൻറ്റർ ആൻഡ് റേഡിയസ്. ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഈ സെൻറ്ററിൽ തന്നെ ക്ലിക്ക് ചെയ്യണം, ഓയിൽ തന്നെ ക്ലിക്ക് ചെയ്യണം. എവിടെ ക്ലിക്ക് ചെയ്താൽ അവിടെ സർക്കിൾ വരും, അങ്ങനെ ചെയ്യരുത്. ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്യുക. O എന്ന് പറയുന്നത് സെൻറ്ററാണ്. പിന്നെ റേഡിയസ് 1 ആണ്, 1 കൊടുക്കുക, ക്ലിക്ക് ചെയ്യുക. ഇതിനെ നമുക്കൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ യൂണിറ്റ് സർക്കിൾ തന്നെ ആയിരിക്കും. സൂം ചെയ്തു. അതിനുശേഷം നമ്മളടുത്ത് പറഞ്ഞേക്കുന്നത് A is equal to 10 എന്ന് പറയുന്ന പോയിന്റ് പ്ലോട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 10 പ്ലോട്ട് ചെയ്തു. ഇനി നമ്മളടുത്ത് പറയുന്നത് ക്രിയേറ്റ് എ നമ്പർ സ്ലൈഡ് A വിത്ത് മിനിമം -10, മാക്സിമം 10 ആൻഡ് ഇൻക്രിമെൻറ്റ് 0.01. പിന്നെ അതുകൂടെ ക്രിയേറ്റ് ചെയ്യാം. സൈഡ് എടുക്കുന്നു. ഇവിടെ പറഞ്ഞേക്കുന്ന -10 ആണ്, മാക്സിമം 10, 0.01. ഇനി ഇതിനകത്ത് പറയുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്ലോട്ട് അനദർ പോയിന്റ് A' സച്ച് ദാറ്റ് ആംഗിൾ AO A' is equal to A റേഡിയൻ. എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ലൈഡറാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ ഇത് ആംഗിൾ വിത്ത് ഗിവൺ സൈസ് ടൂൾ ഉപയോഗിച്ച് AO ഇവിടെ നമുക്ക് കൊടുക്കേണ്ട ആംഗിൾ A ആണ്. 45 മാറ്റിയിട്ട് A കൊടുത്തിട്ട് ഇവിടെ ഉണ്ടാകുന്ന ഇത് കമ്പ്യൂട്ടർ തരുന്ന ഒരു പോയിന്റ് A' എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളതിനെ റീനെയിം ചെയ്യുക. അതിനെയാണ് അടുത്ത സ്റ്റെപ്പ് പറയുന്നത്. റീനെയിം കൊടുത്ത് അതിന് ആ പോയിന്റ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് റീനെയിം കൊടുത്ത് ക്യാപിറ്റൽ P എന്നടിച്ച് ഓക്കെ കൊടുക്കുക. പിന്നെ നമ്മളത് അതിനകത്ത് പറയുന്ന സ്റ്റെപ്പുകൾ പറയുന്നത് റീനെയിം ദ പോയിന്റ്, അതുപോലെ റൈറ്റ് ക്ലിക്ക് ആൻഡ് റീനെയിം, ഷോ ദ കോർഡിനേറ്റ്സ് OP ആൻഡ് ജോയിൻ OP എ ലൈൻ സെഗ്മെന്റ്. ഈ ലൈൻ സെഗ്മെന്റ് ഉപയോഗിച്ച് ഇത് ജോയിൻ ചെയ്യുക. OP ഇതിൻ്റെ കോർഡിനേറ്റ് ഷോ ചെയ്യുക. നമുക്കറിയാവുന്നതാണ്. ആ പോയിന്റ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒബ്ജക്റ്റീവ് പ്രോപ്പർട്ടീസിൽ നെയിം ആൻഡ് വാല്യൂ, ഷോ ലേബലിനകത്ത് നെയിം ആൻഡ് വാല്യൂ. ഇത് ഓരോന്നും നമുക്ക് വേണമെങ്കിൽ ഷോ ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അത് ടൂള് ആക്റ്റീവായി കിടക്കുന്നതുകൊണ്ട് അങ്ങനെ ലൈൻ വരുന്നത്. അത് ഞാൻ സെലക്ഷൻ ടൂൾ എടുത്ത് ഇത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഓരോ പോയിന്റ് മാർക്ക് ചെയ്തു. അപ്പോൾ നമുക്കറിയാം ഒരു യൂണിറ്റ് സർക്കിളിനകത്ത്, ഇത് യൂണിറ്റ് സർക്കിളാണ്. ഈ യൂണിറ്റ് സർക്കിളിൽ ഒരു പോയിന്റ് എടുത്താൽ
1 റേഡിയൻ ആയതുകൊണ്ട് ഇവിടെ 1 റേഡിയൻ ആണ്. ഇത് ഒരു യൂണിറ്റ് സർക്കിൾ ആയതുകൊണ്ട് ആ 1 റേഡിയൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ പോയിന്റ് പി എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് എസ് കോർഡിനേറ്റ് എന്ന് പറയുന്ന ഈ ആംഗിളിൻ്റെ കോസ് വാല്യൂയും ഈ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഈ ആംഗിളിൻ്റെ സൈൻ വാല്യൂമാണ്. നമ്മൾ ക്ലാസ്സിൽ പഠിച്ചു. പക്ഷേ ഇത് നമുക്കൊന്ന് കുട്ടികൾക്കൊന്ന് ക്ലിയർ ആയി കൊടുക്കണമെങ്കിൽ മാനമില്ലാത്തൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിന് വേണ്ടി നമുക്കിവിടെ ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പോകും, റൈറ്റ് ട്രയാങ്കിൾ. അതിന് വേണ്ടി നമ്മൾ ഈ ടൂൾ എടുക്കുക, പെർപെൻഡിക്കുലർ ലൈൻ എടുക്കുന്നു, ഈ പോയിന്റിൽ കൂടി എക്സ് ആക്സിന് പെർപെൻഡിക്കുലറായിട്ട് ലൈൻ വരച്ചു. എന്നിട്ട് ഇത് രണ്ടിൻ്റെയും ഈ പെർപെൻഡിക്കുലർ ലൈൻ്റെയും എക്സ് ആക്സിൻ്റെയും ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കുക. അത് ഇൻ്റർസെക്റ്റ് ടൂൾ എടുത്ത് ചെയ്താൽ മതി. ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തു, ഇവിടെയും ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഇതിനെ ഹൈഡ് ചെയ്യുന്നു. ഞാൻ സ്റ്റെപ്പിനകത്ത് എഴുതിയിട്ടുണ്ട്. പെർപെൻഡിക്കുലർ ഇപ്പം പി ടു ദ എക്സ് ആക്സിസ്, മാർക്ക് ഇൻ്റർസെക്റ്റിംഗ് ക്യൂ എക്സ് ആക്സിസ് യൂസിങ് ദ പെർപെൻഡിക്കുലർ, ഹൈഡ് ദ പെർപെൻഡിക്കുലർ. ഹൈഡ് ചെയ്യാൻ വേണ്ടി റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഷോ ലേബലിനകത്ത് ക്ലിക്ക് ചെയ്താൽ മതി, ജോയിൻ പി ക്യൂ. ഇത് ഹൈഡ് ചെയ്യാൻ വേണ്ടി ഇതിപ്പം ബി എന്നാണ് വന്നേക്കുന്നത്, ഞാൻ അതിനെ ക്യൂ ആക്കുക. അതിന് പിന്നീട് കാരണം പറയാം. ഞാൻ റീനെയിം കൊടുത്തതിനെ ക്യൂ ആക്കി മാറ്റും. ഞാൻ ഇതിനെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഷോ ലേബൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതങ്ങ് പോകും. എന്നിട്ട് നമ്മുടെ ലൈൻ സെഗ്മെൻറ്റ് ടൂൾ എടുത്ത് ഇതൊന്ന് ജോയിൻ ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം ഈ കിട്ടിയേക്കുന്ന പി ഒ ക്യൂ എന്ന് പറയുന്ന ട്രയാങ്കിൾ റൈറ്റ് ട്രയാങ്കിളാണ്. റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് നമുക്കറിയാം ഇത് ആംഗിൾ 1 ആണ്, ഇത് റേഡിയസും 1 ആണ്, അല്ലെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ ഹൈപ്പർന്യൂസ് 1 ആണെന്ന് പറയാം. അപ്പോൾ അതിൻ്റെ സൈൻ വാല്യൂ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പർന്യൂസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഈ പി ക്യൂ ആണ്. അതുപോലെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് ഒ ക്യൂ ആണ്. അപ്പോൾ ഇത് ഈക്വൽ ടു നമുക്ക് സൈൻ എക്സ് എന്ന് കിട്ടും, ഇത് ഈക്വൽ ടു കോസ് സൈൻ ആൽഫ എന്ന് കിട്ടും, ഇത് ഈക്വൽ ടു കോസ് ആൽഫ എന്ന് കിട്ടും. പക്ഷെ നമ്മളൊരു പോയിന്റ് മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഈ പോയിന്റിൽ നിന്നും ഈ വൈ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് അതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഇവിടുന്ന് മെഷർ ചെയ്ത് എഴുതാം. അതുപോലെ ഈ പോയിന്റിനും എക്സ് ആക്സിലോട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത്. ഇത് അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ കോസ് ആൽഫയാണ്, ഇതെന്താണ് സൈൻ ആൽഫ ആണ്. ആ വാല്യൂ ആണ്. ഇപ്പോൾ 1 റേഡിയൻ ആകുമ്പോൾ അതിൻ്റെ വാല്യൂ ആണ് കോസ് 1 റേഡിയൻ, സൈൻ 1 റേഡിയൻ. അപ്പോൾ അതിൻ്റെ വാല്യൂ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. കുട്ടികൾക്ക് ഇത് കുറച്ചുകൂടെ ക്ലിയർ ആകും. ഇത് ചെയ്യണമെന്ന് നിർബന്ധമില്ല, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ നമുക്ക് അപ്പോൾ ഇതിൻ്റെ വാല്യൂ മാറുന്നതനുസരിച്ച് ഇത് ക്ലോസ് ചെയ്യാം. ഇതിൻ്റെ വാല്യൂ മാറുന്നതനുസരിച്ച് ഓരോ വാല്യൂ നമുക്കറിയാം ഇങ്ങനെ കിട്ടും. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ എല്ലാം പോസിറ്റീവാണ്. ഇവിടെ വരുമ്പോൾ നോക്കണം, ഈ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ വരുമ്പോൾ കോസ് നെഗറ്റീവ്, സൈൻ പോസിറ്റീവാണ്. തേർഡ് ക്വാഡ്രൻറ്റിൽ വരുമ്പോൾ രണ്ടും നെഗറ്റീവാണ്. ഫോർത്ത് ക്വാഡ്രൻറ്റിൽ വരുമ്പോൾ സൈൻ നെഗറ്റീവ് ആണ്. പിന്നെ നമുക്കറിയാം ഇതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത്. പിന്നെ ഇതിനെ നമുക്ക് സേവ് ചെയ്യാം, എന്നിട്ട് ബാക്കി പറയാം. സേവ്. ആക്ടിവിറ്റി 4.1 ഞാൻ നേരത്തെ കൊടുത്തുകൊണ്ട് ഞാൻ വീണ്ടും കൊടുക്കുക. 4.1 സേവ് ചെയ്യുക. അതിനുശേഷം ഞാൻ പറയുന്ന സ്റ്റെപ്പിലോട്ട് പോകാം. അത് സേവ് ചെയ്തു. ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ അനിമേറ്റ് ദ സ്ലൈഡർ to observe the coordinates of the point P, hence find the domain and the range of sin x and cos x. നമുക്ക് ഇതിനൊരു അനിമേഷൻ കൊടുക്കുക. നമുക്ക് അനിമേഷൻ കൊടുത്തു, സ്ലൈഡറിന് അനിമേഷൻ കൊടുത്തു. അപ്പോൾ നമുക്കറിയാം ഇതിപ്പം ഓസിലേറ്റ് ചെയ്യുക, അതൊന്നും കുഴപ്പമില്ല. നമുക്കറിയാം ഇതിൻ്റെ വാല്യൂ മാക്സിമം എവിടെ പോകുന്നു, മിനിമം എവിടെ പോകുന്നു എന്നൊക്കെ നമുക്കറിയാൻ പറ്റും. നമുക്കറിയാം ഇവിടെ വരുമ്പോഴാണ് കോസിൻ്റെ വാല്യൂ മാക്സിമം വരുന്നത് 1, ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇന്ന് സൈൻ്റെ വാല്യൂ കോസിൻ്റെ വാല്യൂ നമുക്കറിയാം അത് വേരി ചെയ്യുന്നത് -1നും 1നും ഇടയിലാണ്. അത് ഉൾപ്പെടുകയും ചെയ്യും. 0 ഒക്കെ ഉൾപ്പെടുന്ന സൈനും കോസും ആയാലും അതിൻ്റെ വാല്യൂ അതായിരിക്കും. പക്ഷേ അതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് നമുക്ക് ഏത് വാല്യൂ കൊടുക്കാം. ഡൊമൈൻ എന്ന് പറയുന്നത് കോസിന് അല്ലെങ്കിൽ സൈന് ഏത് വാല്യൂ ഏത് റിയൽ നമ്പറും കൊടുക്കാം. അപ്പോൾ ഡൊമൈൻ രണ്ടിൻ്റെയും 6 തന്നെയാണ്. പക്ഷേ റേഞ്ച് എന്ന് പറയുന്നത് ക്ലോസർ ഇൻ്റർവൽ -1, 1 എന്ന് പറയാം. അത് രണ്ടും ഉൾപ്പെടുകയും ചെയ്യും. ഞാൻ എൻ്റെ ഒബ്സർവേഷനകത്ത് എഴുതിയിട്ടുണ്ട്. പിന്നീട് അതിനകത്ത് സ്റ്റെപ്പ് പറയുന്നത് ഇതാണ്: ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് സൈൻ എക്സ് ആൻഡ് കോസസ് ഫോർ ദി ഗിവൺ വാല്യൂസ്. ഈ വാല്യൂസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആദ്യം π/3 നോക്കാം. അതിന് വേണ്ടി
ഇതിനൊരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യുക. ആംഗിൾ എന്നോ ഏന്ന് കൊടുക്കാം, നമ്മൾ ആംഗിൾ ആയതുകൊണ്ട് ആംഗിൾ എന്ന് കൊടുക്കാം. ലിങ്ക് ചെയ്യേണ്ടത് സ്ലൈഡറിൻ്റെ വാല്യൂ ആണ്. സ്ലൈഡർ ആംഗിൾ ആയതുകൊണ്ട് ഇവിടെ ആംഗിളാണ്. ഇപ്പം നമ്മളിവിടെ കൊടുക്കുന്ന π/3 ആണ്. π/3 അടിക്കുന്നത് പൈ എന്ന് അടിക്കുന്നത് pi/3. എൻ്റെ അപ്പോൾ അറിയാം സൈൻ π/3 എന്ന് പറയുന്നത് രണ്ടാമത് സൈൻ്റെ വാല്യൂ, ആദ്യം കോസിൻ്റെ വാല്യൂ തിരിഞ്ഞു പോകരുത്. അല്ലെങ്കിൽ കോസ് π/3 നമ്മൾ ഈ ചാർട്ട് ഫില്ല് ചെയ്യുമ്പോൾ ആദ്യം സൈൻ്റെ വാല്യൂ ആണ് 0.87 തൊട്ട് താഴെ 0.5. അങ്ങനെ നമുക്ക് ഓരോന്നും നമുക്ക് ഈ പറയുന്ന ഓരോ വാല്യൂ ഇപ്പോൾ π/4 അടിച്ചു കൊടുക്കാം. അങ്ങനെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് കോസ് എക്സും വൈ കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ സൈൻ എക്സും ആയിരിക്കും. ഓരോ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ഈ വാല്യൂ കൊടുക്കുമ്പോൾ പൈ അല്ലാത്ത വാല്യൂ കൊടുക്കുമ്പോൾ ഈ -10നും 10നും ഇടയിലുള്ള വാല്യൂ നമ്മൾ കൊടുത്തുകൊണ്ട് അത് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം നമുക്ക് റേഞ്ച് മാറ്റി കൊടുക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഐഡൻറ്റിഫൈ ദ വാല്യൂസ് ഓഫ് എക്സ് ഫോർ വിച്ച് സൈൻ എക്സ് ആൻഡ് കോസ് എക്സ് ബിക്കം 0. അത് നമുക്കത് നോക്കി ഇത് നോക്കി തന്നെ നമ്മുടെ ഇത് നോക്കി തന്നെ പറയാൻ പറ്റും ഏതൊക്കെ വാല്യൂ ആണ്. ഇവിടെ വരുമ്പോൾ നമുക്കറിയാം സൈൻ 0 ആവുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ നിങ്ങൾ 0 അടിച്ചു കൊടുത്താൽ 0 കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് വാല്യൂ ഉണ്ട്. ഇത് കോസ് 0 1, സൈൻ 0 0 എന്ന് പറയാൻ പറ്റും. ഇത് 10 ആയതുകൊണ്ട് അങ്ങനെ ഓരോ π/90 അടിച്ചു കൊടുത്താൽ വരത്തില്ല. കാരണം നമ്മൾ അതിൻ്റെ റേഡിയൻ മെഷറാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ വാല്യൂ ചെക്ക് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഞാനത് ഒബ്സർവേഷൻ ചെയ്തിട്ടുണ്ട്. കൂടുതൽ ക്ലാസ് ചെയ്ത് നോക്കുക. ഇത് ഫില്ല് ചെയ്തത്. അതുകൂടാതെ സൈൻ എക്സ് ഈക്വൽ 0 ആകുമ്പോൾ നമുക്കറിയാം എക്സ് ഈക്വൽ ടു എക്സിന് പൈയുടെ മൾട്ടിപ്ലൈ ആയിരിക്കും. അല്ലെങ്കിൽ അതിനെ സൈൻ എക്സ് ഈക്വൽ 0, എക്സ് ഈക്വൽ ടു n/n ബിലോങ്സ് ടു z. അതുപോലെ കോസ് എക്സ് ഈക്വൽ 0 ആകുമ്പോൾ എക്സിൻ്റെ വാല്യൂ ഇതായിരിക്കും. അത് കോസ് എക്സ് എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതാൻ പറ്റും. അതുപോലെ ഞാൻ മാത്രമേ ഇനി സൈൻ എക്സ് ഈക്വൽ ടു 1 ആയാലും സൈൻ എക്സ് ഈക്വൽ ടു -1 ആയാലും ഇതേപോലെ വാല്യൂ എഴുതാൻ പറ്റും. അത് ക്ലാസ് നമ്മൾ ചർച്ച ചെയ്യുക. ഇതാണ് ആക്ടിവിറ്റി 4.1 എന്ന് പറയുന്നത്. അടുത്ത ആക്ടിവിറ്റി 4.2 എങ്ങനെ ചെയ്യാം? സേവ് ദ ഫയൽ. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഫയലിനെ നമ്മളിപ്പോൾ ഒരു ഫയൽ നമ്മൾ സേവ് ചെയ്തിട്ട് ആക്ടിവിറ്റി 4.1 എന്ന് അതിനെ 4.2 ആയിട്ട് സേവ് ചെയ്യുക. എന്നിട്ട് ഓപ്പൺ എ ഗ്രാഫിക്സ് 2, പുതിയൊരു ഗ്രാഫ്. നമുക്കൊരു 2 വ്യൂ ആണുള്ളത്. ഒന്ന് ആൽജിബ്ര വ്യൂവും ഗ്രാഫിക് വ്യൂ. ഒരു വ്യൂ കൂടെ കൊണ്ടുവരും. അതാണ് ഗ്രാഫിക്സ് വ്യൂ 2 എന്ന് പറയുന്നത്. അതിന് വ്യൂവിൽ പോയി ഗ്രാഫിക്സ് 2-നകത്ത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് നോക്കാം. ഞാൻ ഇതിങ്ങോട്ട് നീക്കി വെക്കുന്നു. ഇത് ആൽജിബ്ര വ്യൂ ആണ്, ഗ്രാഫിക്സ് വ്യൂ ആണ്. ഞാൻ വ്യൂവിൽ പോയിട്ട് ഈ ഗ്രാഫിക്സ് 2-നകത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ വരും. നമുക്കിതിനെ ഒന്ന് ഡ്രാഗ് ചെയ്ത് വലുതാക്കാം. ഇത് നീക്കിയൊക്കെ വെക്കാൻ പറ്റും. ഈ വ്യൂ ആണ് വലുതായിട്ട് വേണ്ടത്, അതുകൊണ്ടാണ് വലുതാക്കിയിട്ടേക്കുന്നത്. അതിനുശേഷം ഈ പറയുന്ന സ്റ്റെപ്പ് നോക്കാം. പ്ലോട്ട് ദ പോയിന്റ് എ ബി ബ്രാക്കറ്റ് എ വൈ ഓഫ് പി. ഈ വൈ ഓഫ് പി എന്ന് പറയുന്നത് ഓൺ ഗ്രാഫിക്സ് 2-നകത്താണ്. വൈ ഓഫ് പി എന്ന് പറയുന്നത് വൈ കോർഡിനേറ്റ് ഓഫ് പി എന്ന് പറയുന്നതിൻ്റെ പോയിന്റിലെ വൈ കോർഡിനേറ്റ്. നമുക്കറിയാം സൈനിൻ്റെ വാല്യൂ ആണ് ഈ വൈ ഓഫ് പി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ റിയൽ നമ്പർ കൊടുക്കുന്നു. ഇവിടെ നമുക്ക് കിട്ടുന്നത് സൈനിൻ്റെ വാല്യൂ ആണ്. അതാണ് നോക്കുക. പിന്നെ അതിന് ട്രേസ് കൊടുക്കുക, അനിമേറ്റ് ചെയ്യുക. ഒബ്സർവ് പാത്ത് ഓഫ് ദിസ് പോയിന്റ്, വൈ ഡസ് ദ പാത്ത് റെപ്രസെൻറ്റ്, അതിന് സേവ് ചെയ്യാം. ഇതാണ് ഈ രണ്ടാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. നമുക്കത് ചെയ്തു നോക്കാം. അതിന് വേണ്ടി ഈ പോയിന്റ് ഗ്രാഫിക്സ് 2-നകത്ത് ഒരു പോയിന്റ് ബി എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്യാന്ന് പറയുന്നത്. നമ്മൾ ലാസ്റ്റ് ഏത് വ്യൂ ആണോ ആക്റ്റീവായി കിടക്കുന്നത് ആ വ്യൂവിലായിരിക്കും നമ്മൾ ഈ ഇൻപുട്ടിൽ കൊടുക്കുന്ന പോയിന്റ് ആയാലും ഗ്രാഫ് ആയാലും വരുന്നത്. അപ്പം ബി ഈക്വൽ ടു ബ്രാക്കറ്റിൽ എ കോമ y of p. രണ്ടിടത്തും ഒരു എൻ്റർ അടിക്കുമ്പോൾ കറക്റ്റ് നമ്മൾ ലാസ്റ്റ് ആക്റ്റീവ് ആയതുകൊണ്ട് ഇവിടെ ആയതുകൊണ്ടാണ് ഇവിടെ വന്നത്. ഇപ്പോൾ രണ്ടിടത്ത് വരും. രണ്ടിടത്ത് വരത്തില്ല. എൻ്റർ അടിക്കുമ്പോഴത്തേക്ക് ഒറ്റടുത്ത് വരത്തുള്ളൂ. നാമവകാശം ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പോയിന്റ് കൊടുക്കുന്നെങ്കിൽ അത് ഇവിടെ വരും. അത് ശ്രദ്ധിച്ച് ചെയ്യണം. എന്നിട്ട് ഇതിനെ ട്രേസ് കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ട്രേസ് കൊടുക്കുന്നു. അതിനുശേഷം നമ്മുടെ സ്ലൈഡറിന് അനിമേഷൻ കൊടുക്കുന്നു. സ്ലൈഡർ നേരത്തെ അനിമേഷൻ കൊടുത്തേക്കുന്നതുകൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ നമുക്കൊരു ഗ്രാഫ് കിട്ടും. അല്ലെങ്കിൽ ആ ബിയുടെ പാത്ത് നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇതിൻ്റെ കളർ വേണേൽ മാറ്റാം. കൺട്രോൾ F കൊടുത്ത് വേണേൽ കളർ മാറ്റാം പോയിന്റിൻ്റെ. ഇവിടെ പോയിന്റ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ പോയിട്ട് കളർ നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം, പോസ് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ നമുക്കറിയാം ഇത് sin x-ൻ്റെ ഗ്രാഫാണെന്ന് പറയാൻ പറ്റും. ടു ഗെറ്റ് ദ പാത്ത് ടേക്ക് ദ ലോക്കസ് നമ്മൾ അങ്ങനെ നമ്മളിതുപോലെ ഇപ്പം ഈ രീതിയിൽ നമുക്ക് പാത്ത് കണ്ടുപിടിക്കാം. ഇത് കൂടാതെ ഒരു കാര്യം പറയുന്നുണ്ട്. നമുക്ക് ലോക്കസ് പറയുന്ന ടൂളുണ്ട്. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്കിവിടെ പാത്ത് കണ്ടുപിടിക്കാമെന്ന് പറയുന്നത്. അതിനാണ് പറയുന്നത് നമ്മൾ അതിൻ്റെ ഇതാണ് കൊടുത്തത്. ടു ഗെറ്റ് ദ പാത്ത് ടേക്ക് ദ ലോക്കസ് ടൂൾ ക്ലിക്ക് ഓൺ ദ സ്ലൈഡർ ആൻഡ് പോയിന്റ്. നമ്മൾ സ്ലൈഡറിൽ ക്ലിക്ക് ചെയ്യുക, ലോക്കസ് എന്ന് പറയുന്ന പോയിന്റ് എടുത്തിട്ട് നാലാമത്തേനകത്തുണ്ട് ആ സ്ലൈഡറിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതാണ് സ്ലൈഡറിൽ ക്ലിക്ക് ചെയ്യുക. ഈ പോയിന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് അതിന് വരും. ഇങ്ങനെയും നമുക്ക് അതിൻ്റെ പാത്ത് കണ്ടുപിടിക്കാവുന്ന വേറൊരു രീതി പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അതിനകത്ത് നമുക്കിപ്പോൾ ഇവിടെ എല്ലാം ശ്രദ്ധിക്കുക, ഇവിടെ എല്ലാം കിടക്കുന്ന 1 2 3 നമുക്ക് π/2ൻ്റെ മൾട്ടിപ്പിൾ വേണം എങ്കിൽ നമ്മൾ ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഗ്രാഫിക്സിൽ ഇവിടെ എക്സ് ആക്സിസിൽ പോയി ഡിസ്റ്റൻസ് മാറ്റി π/2 കൊടുത്താൽ നമുക്ക് 1 മാറ്റി π/2 കാരണം നമ്മൾ ഇതിൻ്റെ പൈയുടെ വാല്യൂ ആണ് കൊടുക്കുന്നത് കൊണ്ട് ഇത് മാറ്റേണ്ട, y ആക്സിസ് മാറ്റേണ്ട ആവശ്യമില്ല. അതാണ് ഈ പറഞ്ഞ രണ്ട് കാര്യം. ഞാനത് ഒബ്ജക്റ്റീവ് പ്രോപ്പർട്ടീസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഒബ്ജക്റ്റീവ് പ്രോപ്പർട്ടീസ് അല്ല, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗ്രാഫിക്സിനകത്താണ് ചെയ്യേണ്ടത്. എൻ്റെ ഒബ്സർവേഷൻ ചോദിച്ചിട്ടുണ്ട് ദ പാത്ത് ഓഫ് ബി ഇസ് ദ ഗ്രാഫ് ഓഫ് sin x. ഇത്ര എഴുതിയാൽ മതി. ആ പാത്ത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മുടെ sin x-ൻ്റെ ഗ്രാഫാണെന്നാണ്. ഇതാണ് ആക്ടിവിറ്റി 4.2. അപ്പോൾ ഇതിനെ സേവ് ചെയ്യാം. ഇതിനെ ഇതുപോലെ നമുക്ക് സേവ് ആസ് കൊടുത്ത് ആക്ടിവിറ്റി 4.2 എന്നും പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം. ഞാൻ 2 ആണെന്ന് കൊടുക്കുക, കാരണം നേരത്തെ സേവ് ചെയ്തിട്ടുള്ളതുകൊണ്ട് സേവ് ചെയ്തു. എന്നിട്ട് നമുക്കിനി അടുത്ത ആക്ടിവിറ്റി ലാബ് 4-ലെ ആക്ടിവിറ്റി 4.3 ഗ്രാഫ് ഓഫ് ട്രിഗണോമെട്രി ഫങ്ഷൻസ് 2. ഇവിടെ പറഞ്ഞ ഓപ്പൺ ആക്ടിവിറ്റി 4.2 ആൻഡ് സേവ് ആസ് ആക്ടിവിറ്റി 4.3. നമുക്കറിയാവുന്ന കാര്യം. ക്രിയേറ്റ് ആൻ ഇൻപുട്ട് ബോക്സ് ഫോർ പോയിന്റ് ബി. ഇതിനെ സേവ് ആസ് കൊടുത്തിട്ട് നമുക്ക് ആക്ടിവിറ്റി 4.3 ആയിട്ട് സേവ് ചെയ്യാം. എന്നിട്ട് ബിക്ക് ഒരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ വേണേലും കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ബി, ക്യാപിറ്റൽ ബി. ലിങ്ക് ചെയ്യുന്ന പോയിന്റ് ബി ആണ്. ഓക്കെ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് പറയുന്നത് ചേഞ്ച് ദ ഫംഗ്ഷൻ ബി ആസ് എ എക്സ് ഒ പി. നമുക്കറിയാം എക്സ് ഒ പി എന്ന് പറയുമ്പോൾ എസ് കോർഡിനേറ്റ് ഓഫ് പി എന്ന് പറയുമ്പോൾ കോസ് എക്സിൻ്റെ വാല്യൂ ആണ്. ഇപ്പോൾ എയും കോസ് എക്സിൻ്റെ വാല്യൂടെ ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ഞാനിവിടെ മാത്രം മാറ്റുന്നു എക്സ് എൻ്റർ. എന്നിട്ട് ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കാം. കൺട്രോൾ F കൊടുത്തിട്ട് നമുക്ക് അനിമേഷൻ നമ്മൾ ലോക്കസ് എടുക്കുമ്പോൾ ഗ്രാഫ് നമ്മൾ കൺട്രോൾ F കൊടുത്താൽ പോകത്തില്ല. അപ്പോൾ നമ്മൾ ഷോ ലേബൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഷോ ലേബൽ കൊടുത്താൽ പോകും. ഇത് നമുക്കറിയാം കോസ് എക്സിൻ്റെ ഗ്രാഫാണ്. ഇതാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതാണ്. വാട്ട് ഇസ് ദിസ് പാത്ത് അപ്പോൾ കോസ് എക്സിൻ്റെ ആണ്. അപ്പോൾ ഒരേ പാത്ത് ഓഫ് ബി എന്ന് പറയുന്നത് കോസ് എക്സ് എന്ന് പറയാം. ഇനി അതിനെ റീനെയിം ചെയ്ത് നമുക്ക് എന്ത് കൊടുക്കാം. എ 1/y ഓഫ് പി. y ഓഫ് പി എന്ന് പറയുമ്പോൾ സൈൻ എക്സ് ആണ്. 1/y ഓഫ് പി എന്ന് പറയുമ്പോൾ കൊസിക് എക്സ് ആണ്. അതുപോലെ ഇവിടെ y ഓഫ് പി ബൈ എക്സ് ഓഫ് പി അതെന്ന് പറയുന്നത് സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ്, ടാനിൻ്റെ പാത്ത്. അതുപോലെ നമുക്ക് ഓരോന്നും ചെയ്യാൻ പറ്റും. ഇവിടെ ഞാനൊന്ന്
1/y ഓഫ് പി എന്ന് കൊടുക്കും. എന്നിട്ട് നമ്മൾ തന്നെ സീക്ക് എക്സിൻ്റെ ഗ്രാഫാണിത്. ഇനി ഇത് റീനെയിം ചെയ്തിട്ട് എക്സ് ഓഫ് പി ബൈ വൈ ഓഫ് പി എന്ന് പറയുന്നുണ്ട്. അല്ല, വൈ ഓഫ് പി ബൈ എക്സ് ഓഫ് പി. എന്നിട്ട് നമ്മൾ അനിമേഷൻ കൊടുക്കുക. ഇതൊരു വട്ടം കൊടുത്താൽ മതി അനിമേഷൻ, പിന്നെ ഓട്ടോമാറ്റിക്ക് നമ്മൾ എവിടെ പ്ലേ ബട്ടൺ ഓണാക്കി കൊടുത്താൽ മതി. നമുക്കറിയാം ടാൻ എക്സിൻ്റെ ഗ്രാഫ് ഇതാണെന്നൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിന് നമ്മൾ സേവ് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ള സേവ്. ഇനി ഇപ്പോൾ സേവ് നമ്മൾ ആദ്യം ആക്ടിവിറ്റി 4.3 സേവ് കൊടുത്ത് ഇനി അടുത്ത് സേവ് എന്ന് കടിച്ചാൽ മതി, ഓട്ടോമാറ്റിക് അതിനകത്ത് പോയി സേവ് ആയിക്കോളും. എന്നിട്ട് വാട്ട് ഷുഡ് ബി ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഷുഡ് ബി ദ ഡെഫിനിഷൻ ഓഫ് ബി ഫോർ ഗെറ്റിംഗ് ഗ്രാഫ് ഓഫ് സീക്ക് എക്സ് ആൻഡ് കോട്ടെക്സ്. അപ്പോൾ സീക്ക് എക്സ് എന്ന് പറയുമ്പോൾ 1/cos x ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ കൊടുത്താൽ മതി 1/x ഓഫ് പി എന്ന് കൊടുത്താൽ മതി, സീക്ക് എക്സിൻ്റെ ഗ്രാഫ് കിട്ടും. അതുപോലെ കോട്ടെക്സിൻ്റെ ഗ്രാഫ് കിട്ടാൻ ഇവിടെ എക്സ് ഓഫ് പി ബൈ വൈ ഓഫ് പി എന്ന് കൊടുത്താൽ മതി. ഇത് കോട്ടെക്സിൻ്റെ ഗ്രാഫാണ്. എന്നിട്ട് ഒബ്സർവ് ദ വാല്യൂസ് ഓഫ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ, റൈറ്റ് ദ ഡൊമൈൻ റേഞ്ച്, കംപ്ലീറ്റ് ദ ടേബിൾ. എന്നിട്ട് ഡൊമൈൻ റേഞ്ചൊക്കെ നമുക്ക് ഇത് നോക്കി എഴുതാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഞാൻ എൻ്റെ ഒബ്സർവേഷനകത്തൊക്കെ എഴുതിയിട്ടുണ്ട്. കോസ് എക്സിൻ്റെ ആണ് ഇത്, ഇതിൻ്റെയാണ്. അതിൻ്റെ ഡൊമൈൻ ഇങ്ങനെ കിട്ടും. റേഞ്ചൊക്കെ നമുക്ക് അതെല്ലാം ഗ്രാഫ് നോക്കി നമുക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഇപ്പോൾ ടാൻ എക്സിൻ്റെയൊക്കെ ഈ വാല്യൂ ഒഴിവായി കൊടുത്തെങ്കിൽ മാത്രമേ ഇതിന് കിട്ടത്തുള്ളൂ. റേഞ്ച് പക്ഷേ 6 ആണ്. അതുപോലെ സീക്ക് എക്സിൻ്റെ ഒക്കെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ഡൊമൈൻ റേഞ്ച് ഇങ്ങനെയാണ് കിട്ടുന്നത്. പിന്നെ നമുക്കൊരു ഒരു ചാർട്ട് ഫില്ല് ചെയ്യാൻ പറയുന്നുണ്ട്. ഇത് എന്നുവെച്ചാൽ 0ക്കും π/2 ഇടയുമ്പോൾ ഇതിൻ്റെ വാല്യൂ എങ്ങനെ ആയിരിക്കും. അപ്പോൾ ആ ഒരു എക്സാമ്പിൾ കൊടുത്തത് പോസിറ്റീവാണ്, ഇൻക്രീസിങ് ഫ്രം 0 to 1 ആണ്. ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ നിന്ന് തന്നെ നോക്കാം. ഇതെന്ന് പറയുന്നത് കോട്ടെക്സിൻ്റെയാണ്. അപ്പോൾ ആദ്യത്തെ കോട്ടെക്സിൻ്റെ നമുക്ക് ആദ്യം 0ക്കും π/2 ഇടയിലാണ്. അത് നമുക്കറിയാം 0ക്കും π/2 ഇടയിലാവുമ്പോൾ അത് പോസിറ്റീവാണ്. അത് എവിടെ പോസിറ്റീവാണ്. അപ്പോൾ നമ്മൾ ആ കോളം ഫില്ല് ചെയ്യുമ്പോൾ ഇവിടെ പോസിറ്റീവ് എന്ന് കൊടുക്കാം. കോട്ടെക്സിൻ്റെ ഞാൻ ചെയ്യുന്നത് ഇവിടെ എന്ത് കൊടുക്കാം, പോസിറ്റീവ് എന്ന് കൊടുക്കാം ഫസ്റ്റ് ഇൻ്റർവെല്ലിൽ. അപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിൾ സൈൻ എക്സിൻ്റെ വാല്യൂ കൊടുക്കുകയാണ്, സൈൻ എക്സ് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം സൈൻ എക്സ് 0ക്കും π/2 ഇടയിലാണെങ്കിൽ സൈൻ എക്സ് എന്ന് പറയുമ്പോൾ പോസിറ്റീവാണ്. ഇത് ഇൻക്രീസിങ് ഫ്രം 0 to 1 എന്ന് പറയാൻ പറ്റും. ഇവിടെ നിന്നും ഇൻക്രീസ് ചെയ്ത് 1 വരുന്നു. തിരിച്ച് അടുത്തതിനകത്തും പോസിറ്റീവ് തന്നെയാണ്. അത് പറയാം ഡിഗ്രീസിങ് ഫ്രം 1 to 0 എന്ന് പറയാൻ പറ്റും. അടുത്തെന്ന് പറയുന്നത് അടുത്ത ഇൻ്റർവെലിനകത്ത് പറയുമ്പോൾ അത് നെഗറ്റീവാണ്. അത് പറയാം എന്ത് പറയാം, ഇൻക്രീസിങ് ഫ്രം 0 to -1 എന്ന് പറയാൻ പറ്റും. അടുത്ത പോസിറ്റീവാണ്, അത് ഇൻക്രീസിങ് ഫ്രം -1 to 1 എന്ന് പറയാൻ പറ്റും. അങ്ങനെ നമുക്ക് ഓരോന്നും ഇങ്ങനെ നമുക്ക് ഫില്ല് ചെയ്യാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇത് ഒബ്സർവേഷൻ ബുക്കിൽ ഈ ചാർട്ട് വരച്ച് അതിൻ്റെ ആൻസർ ചെയ്യണം. ഇതുപോലെ ഇതിൻ്റെ ഒബ്സർവേഷനും എഴുതണം. ഇതിൻ്റെ ആദ്യം ചാർട്ടൊന്നും ഞാൻ ഇവിടെ ചെയ്തിട്ടില്ല, നിങ്ങൾ ഒബ്സർവേഷൻ ബുക്ക് നമ്മൾ ചെയ്യുക. ഇതാണ് ലാബ് 4 എന്ന് പറയുന്ന ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ലാബ്. ഇതാണ്.